Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്, നൂഡിൽസ് ആയിട്ടാണ്. ഈ നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നൂഡിൽസൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയാണ് കുട്ടികൾക്ക്, കാരണം അത് ഹെൽത്തി അല്ല എന്നൊക്കെയുള്ള ഒരു ധാരണ കൊണ്ട്. പക്ഷേ ഇനി നമുക്ക് നൂഡിൽസ് കുഞ്ഞുങ്ങൾക്ക് എന്നും തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് റവ കൊണ്ടാണെന്ന് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നല്ല സ്വാദുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള നൂഡിൽസ് തന്നെയാണ് ഈ നൂഡിൽസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളം ഉള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയാണ്. ഇനി വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് റവ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഈ ഒരു കപ്പോളം ഉള്ള 200 ml ആണ്. അപ്പോൾ ഈ കപ്പോളം ഉള്ള റവ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പൊടിയായിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ മൈദപ്പൊടിയുടെ പോലെ ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആവത്തില്ല. നമുക്ക് ഇച്ചിരിയൊക്കെ ഒരു തരി കാണും. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഈ ഒരു ബൗളിനകത്തോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഈ 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ചേർക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടി ഒന്നൊരു മയം കിട്ടാനാണ്, കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഒത്തിരി ഇടേണ്ട കാര്യമില്ല. നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ടാൽ മതി. പിന്നീട് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം കേട്ടോ. ഇപ്പം നൂഡിൽസിന് ഒത്തിരി ഉപ്പ് ഇട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. കാരണം നമ്മളിത് നല്ലതുപോലെ വേവിക്കുന്ന സമയത്ത് നമുക്കിത് ഉപ്പ് ചേർത്താലും മതി, കൂടിപ്പോയാലാണ് കുഴപ്പം. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഞാൻ നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിന് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അളവ് ഞാൻ പറയുന്നില്ല വെള്ളത്തിന്. നമുക്ക് ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കൊണ്ടുവരാം. പിന്നെ ഇതിനൊരു പ്രത്യേകത ഞാൻ എടുത്തു പറയാണ്. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അതേ സോഫ്റ്റ്നെസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇച്ചിരിയല്ല, അത്യാവശ്യം നല്ല ഹാർഡാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ കുഴയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം നല്ലതുപോലെ കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിലും നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു 2-3 പീസുകളൊക്കെ ആക്കി എന്നിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പീസ് നല്ലതുപോലെ കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ ബൾക്കായിട്ട് കുഴയ്ക്കും തോറും അത് ഒത്തിരി അങ്ങ് എല്ലായിടത്തും നമുക്ക് കുഴയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ കുഴയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം എടുത്ത പാത്രം ഒത്തിരി കുഴിയുള്ളത് കൊണ്ട് എനിക്ക് നന്നായി കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഒരു പരന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇത്രയും സോഫ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ഒരു 5 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് ഞാൻ കുഴച്ച് ഈ ഒരു സോഫ്റ്റ്നെസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഉള്ള എണ്ണ, അത് വെളിച്ചെണ്ണയല്ല കേട്ടോ, സാധാ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. അതൊന്ന് ഞാൻ ഇതിനകത്ത് ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ ഞാനൊരു 2-3 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കുവാണേ. അപ്പോൾ ഞാൻ മാവ് പറ്റുന്ന പോലെ നല്ലതുപോലെയൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട്. പക്ഷേ ഈ സോഫ്റ്റ്നെസ് ഒന്ന് നോക്കണ്ട കേട്ടോ. ഇത് നൂഡിലായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഹാർഡായി വരും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഞാനിപ്പോൾ ഒരു ഇടിയപ്പം മേക്കറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ സേവനാഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്താണ് ഉണ്ടാക്കുക. ഞാൻ അല്ലാതെയുള്ള ഒരു മെത്തേഡും കാണിക്കാം. സേവനാഴിയാണ് ഇച്ചിരി കൂടെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു നൂല് പോലെ നൂഡിൽസിൻ്റെ അതേ വണ്ണം കുറഞ്ഞ് നീളത്തിലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഞാൻ 2 ഭാഗമായിട്ടൊന്ന് മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റ് ആയില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. മിക്കവാറും നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുത്തെന്നാൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സേവനാഴിയാണെങ്കിൽ നല്ലതുപോലെ തിരിച്ചിട്ടൊക്കെ നമുക്ക് ആ നൂഡിലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ നേരം ഈ നൂഡിൽ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വെള്ളം വെട്ടി തിളക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി വരുന്ന തരത്തിലൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനകത്തോട്ടാണ് നമ്മൾ ഈ ഒരു നൂഡിൽ ആക്കി അതിനകത്ത് ഇടുന്നത്. നമ്മൾ നല്ല വെട്ടി തിളച്ച വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ആവി വരാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിനകത്തോട്ട്, കണ്ടോ, ഇതേപോലെ ആയിരിക്കും നമ്മുടെ നൂഡിൽ വരിക.
എന്താ ഇടിയപ്പം മേക്കർ വഴി ഇപ്പം ഞാൻ ഇടിയപ്പം മേക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതാ കറക്റ്റ് ആ ഇടിയപ്പത്തിൻ്റെ അതേ നൂലിലും അതേ വണ്ണം കുറവിലൊക്കെ ഇത് വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ അതാ ഞാൻ ഈ വെള്ളം കണ്ടോ, ഈ ജസ്റ്റ് ഒന്ന് ആവി മാത്രമേ വന്നിട്ടുള്ളൂ, വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമേ അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിത് ഒരു ഇച്ചിരി പാടുണ്ട്, നമ്മൾ നല്ലതുപോലെ ഇത് ഞാനിപ്പോൾ പ്രസ് ചെയ്യുന്ന ഒരു ഇടിയപ്പം മേക്കറെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരിയും കൂടെ എളുപ്പമാണ്. നമ്മളല്ലാതെ ഇങ്ങനെ തിരിച്ച് അല്ലെങ്കിൽ വേറെ രീതിയിലുണ്ടല്ലോ, ഇങ്ങനെ വേറൊരു സേവനാഴിയില്ലേ നല്ലതുപോലെ പ്രസ് ചെയ്യുന്നത്, അതാണെങ്കിലും ഇച്ചിരി പാടാണ്. അത് കുറച്ച് ക്ഷമയോട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ഈ ഒരു ഉറപ്പ് വരുത്താൻ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വരുന്നത് പോലെ ആ ഒരു ഷേപ്പിനകത്ത് നമുക്കിത് വരുത്താം. അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ എടുത്തത്. അതിൽ ഒരു ബാച്ചായിട്ടുള്ള നൂഡിൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിൽ പോലും ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ ആ ഒരു ഷേപ്പിനകത്തോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറൊരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതിവിടെ തിളക്കട്ടെ. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇപ്പം ഇടിയപ്പം മേക്കർ അല്ലെങ്കിൽ സേവനാഴി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെയും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പകുതി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത്, നമ്മൾ പരത്തുന്നത് പോലെ നല്ലതുപോലെ എത്രത്തോളം തിന്നാക്കിയിട്ട് എത്രത്തോളം കനം കുറച്ച് നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നോ അത്രയും രീതിയിൽ, അത്രയും പറ്റുന്ന പോലെ കനം കുറച്ച് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി തിന്നൊന്നായിട്ടല്ല ഞാൻ പരത്തിയിട്ടുള്ളത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചുമ്മാ അങ്ങ് പരത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും കൂടെ അത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പലക വെച്ചതുകൊണ്ടാണ് ഇച്ചിരി കറക്റ്റ് ആ വട്ടത്തിനുള്ളിൽ മാത്രം പരത്തിയെടുത്തത്. നിങ്ങളൊരു കൗണ്ടർ ടോപ്പിനകത്തോ അല്ലെങ്കിൽ ഒരു മാർബിൾ ടോപ്പിന് മേലൊക്കെ നമ്മൾ നല്ലതുപോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കനം കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ 4 വശം ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യുവാണ്. അത് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് ചില സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിനകത്ത് ഒന്ന് മുറിച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ പരത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് നല്ല നൈസായിട്ട് പരത്താം. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഒട്ടും എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗോതമ്പ് പൊടിയൊക്കെ നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലതുപോലെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മടക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇച്ചിരി പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മടക്കുക. അങ്ങനെ മടക്കി അതിൻ്റെ അറ്റം വരെ ഇതേപോലെ മടക്കി പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയുന്നത്, ഇതിങ്ങനെ ചെയ്യുന്ന ഒരു നിർബന്ധമല്ല. ഇപ്പോൾ ഈ സേവനാഴിയൊക്കെ എടുത്ത് അത് തിരിച്ച് അത് ഒത്തിരി പാടാണ്, കുറച്ച് ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മടുത്ത് പോകും അതിങ്ങനെ പ്രസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട്, അങ്ങനെ മടിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ നമ്മളൊരു കത്തി എടുത്തിട്ട് നമുക്ക് എത്രത്തോളം തിന്നാക്കി നിങ്ങൾക്ക് ഇങ്ങനെ മുറിക്കാൻ പറ്റുന്നു അത്രത്തോളം തിന്നാക്കി മുറിക്കുക. അപ്പോൾ ഇതൊരു നൂഡിൽസിൻ്റെ ഒരു ഷേപ്പിൽ വരും കേട്ടോ. പക്ഷെ ഞാനിവിടെ ഒത്തിരി കനം കുറച്ച് അരിയാത്തത് കൊണ്ട് ഇച്ചിരി കട്ടിയിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിന് ഇച്ചിരി വീതിയൊക്കെ കൂടുതലാണ്. ഇതുപോലെയല്ല, നല്ലതുപോലെ തിന്നായിട്ട് വരും. അപ്പം ഞാൻ എന്തായാലും ചിലതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇതേപോലെ കത്തിയൊക്കെ എടുത്തതുപോലെ ഒരു നൂഡിൽസിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സേവനാഴി ഉപയോഗിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് നീളം കൂടിയിട്ടുള്ള നൂഡിൽസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പും ആ ഒരു ടെക്സ്ചറൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു സൈസ് നോക്കണ്ട, നമ്മൾ വെള്ളത്തിലിട്ട് ഇത് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ ഒന്ന് ചെറുതാവും ഇതിൻ്റെ സൈസ്. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് ഉരുണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നൂഡിൽസിൻ്റെ ഷേപ്പിലകത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു മാർഗ്ഗമാണ്. ഇതൊരു കൊച്ചു കുറുക്ക് വഴിയും കൂടിയാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ള നൂഡിൽസ് എന്തായെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ആ വെള്ളം നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. ഞാനിപ്പോൾ
ഇതാ ഹൈ ഫ്ലെയിമിലൊന്നും ഇപ്പോഴാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ ലോ ഫ്ലെയിമിൽ തന്നെയായിരുന്നു, ഹൈ ഫ്ലെയിമിൽ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെയാവും, ഒരു 2-3 മിനിറ്റിനകത്ത് ഇത് നല്ലതുപോലെ തന്നെ ഇത് ആയി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു, നല്ലതുപോലെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആയതെന്ന് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു നൂഡിൽസൊക്കെ പതുക്കെ മേലോട്ട് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ഊറ്റണം കേട്ടോ. അതിനകത്തുള്ള വെള്ളം ഉടനടി നമുക്ക് ഊറ്റി കളയാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ നൂഡിൽസിലെ വെള്ളമൊക്കെ നല്ലതുപോലെ അങ്ങ് ഊറ്റിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ നൂഡിൽസ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ നൂഡിൽസ് ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് എന്നും കൊടുക്കാൻ കൊള്ളത്തില്ല എന്നൊന്നും പറയണ്ട. ഗോതമ്പ് മാവ് വെച്ചിട്ട് അല്ലെങ്കിൽ റവ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ റവ തന്നെ വേണം എന്നില്ല, നിങ്ങൾക്ക് ഇനി മുഴുവനായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ റവയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതൊരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റവയും കൂടെ ചേർത്തത്. റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊടിയായിട്ടുള്ളത് ചേർക്കുക. ഇനി നമ്മൾ നൂഡിൽസ് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, അതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത്, അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് ഇച്ചിരി സാലറിയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് ആ ഒരു ചൈനീസ് ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു നൂഡിൽസ് വെച്ചിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസ് വെച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കാറ് അതേപോലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ റവ കൊണ്ട് ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.